ആലപ്പുഴയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിക്കായി ബീച്ചിലെ കടകളെല്ലാം അടച്ചിടണമെന്ന പോലീസ് നിർദ്ദേശത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. KPMS സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി എത്തുന്നത്. സുരക്ഷാ നടപടികളുടെ ഭാഗമായാണ് നിർദ്ദേശമെന്നാണ് പോലീസിന്റെ വിശദീകരണം. പോലീസ് നടപടിയെ ന്യായീകരിക്കുകയാണ് CPM ജില്ലാ സെക്രട്ടറിയും R നാസറിന്റെ പ്രതികരണം നമുക്ക് ആദ്യം കേൾക്കാം. ഇന്നലെ ഇവിടെ വന്നുകൊണ്ട് അവർ ആ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ആരുടെ പോലീസുകാർ ഉദ്ദേശിച്ച് പറഞ്ഞ് ഇതൊക്കെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഇവിടെ ഈ പറഞ്ഞ രണ്ട് കടയുണ്ടല്ലോ, ഇത് ഇന്നലെ ഞാൻ വന്നതാണ്, ഞാൻ വൈകുന്നേരം വന്നതാണ്. ഇവിടെ എനിക്ക് വഴിയില്ലായിരുന്നു, ആ വഴി ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ രണ്ട് കട ഇവിടുന്ന് മാറ്റണം, അതല്ല വേറെ ഒരു പ്രശ്നമില്ല. അതേ ഉള്ളു. വേറെ ഈ ഇത് ഗ്യാസ് വയ്ക്കരുത്. വലിയ ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും സെക്യൂരിറ്റി ഇല്ലാത്ത കടകളല്ലേ, അതിനകത്ത് ഗ്യാസ് വെച്ച് മുഖ്യമന്ത്രിയുടെ പരിപാടിയില്ല, സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതെങ്ങും അനുവദിക്കില്ല. അതേ ഉള്ളു, വേറെ പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ ഉപയോഗിച്ചോണ്ടിരിക്കല്ലേ. പിന്നെ CM പോകുമ്പോ പിന്നെ സെക്യൂരിറ്റി അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ അങ്ങനെ ചോദ്യം ചോദിക്കണത്, നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചോണ്ടിരിക്കല്ലേ. ഈ സമയം എത്തായത് കൊണ്ട് മാത്രമാണ് പ്രശ്നം. അത്രയുള്ള സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമല്ലേ എന്ന്. അത് തൽക്കാലത്തേക്ക് ഇപ്പൊ രാജീവനാന്തല്ലല്ലോ, മുഖ്യമന്ത്രി വന്ന് പോകുന്നിടം വരെയുള്ള സമയമല്ലേ ഉള്ളൂ. ആ സമയത്തുള്ള കാര്യമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ശരത് എസ് ചേരുന്നുണ്ട്. ശരത് എസ്, ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നോ? ഗ്യാസ് ഉള്ള റെസ്റ്റോറന്റുകളും കടകളും പിന്നെ ആ വഴിയിലൂടെ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുന്ന ആ കട വഴിയുള്ള സ്ഥലത്തെ കടകളും മാത്രമേ ഇപ്പോൾ അടപ്പിക്കുന്നുള്ളൂ, അതോ മുഴുവൻ കടകളും അടപ്പിക്കാനാണോ പോലീസിന്റെ നിർദ്ദേശം? അരുൺകുമാർ, അതായത് ജില്ലാ സെക്രട്ടറി R നാസർ പറയുന്നത് നിലവിൽ ഇപ്പോൾ ഈ വാഹനം കടന്നു പോകാനുള്ള വഴിയുള്ള കടകളും ഒപ്പം ഗ്യാസ് സിലിണ്ടറുള്ള കടകളും അടയ്ക്കാൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. പക്ഷേ ഈ കടക്കാർ ആ ഒരു ആശങ്ക അവർക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം മുഴുവൻ കടകൾക്കും നോട്ടീസ് നൽകി, അതായത് 100ഓളം കടകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കടക്കാർ പറയുന്നത്. നിലവിൽ ജില്ലാ സെക്രട്ടറി പറയുന്ന അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കടകൾ തുറക്കുകയാണെങ്കിൽ പോലീസിന്റെ നിർദ്ദേശമില്ലാതെ തുറന്നതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ തിരിച്ച് ഞങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊരു ആശങ്ക അവർ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഇപ്പോൾ കടയുടമകൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. നിലവിൽ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ചില കടകൾക്ക് ഗ്യാസ് സിലിണ്ടറുള്ള കടകൾ മാത്രമാണ് അടയ്ക്കാൻ നിർദ്ദേശം നൽകിയത്, അതും താൽക്കാലികമാണ്, മറ്റു കടകൾക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ശരി? ഇന്നലെ വ്യക്തമായിട്ട് തന്നെ പോലീസിനോട് ഈ കാര്യം ചോദിച്ചതാണ്. പോലീസ് പറഞ്ഞില്ല, പാലത്തിന് വടക്കുവശമുള്ള കടകൾ കംപ്ലീറ്റ് അടക്കണം എന്ന് ഔദ്യോഗികമായിട്ട് കത്ത് നൽകിയതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടായത്. ഇപ്പം അങ്ങനെയല്ല, മുഴുവൻ കട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര എണ്ണമൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളാ പേരും അഡ്രസ്സൊക്കെ എഴുതിയിരിക്കും. കാരണം നമുക്ക് PCC ഇല്ലാതെ ഇവിടെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസിന്റെ കർശന നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കും. നിലവിൽ നിങ്ങൾ ഈ ഉൾപ്പെടെ കട തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് കട തുറക്കുന്നതിന് പ്രശ്നമില്ല, ഈ പരിസരത്തുള്ള ചില കടകൾ ഗ്യാസ് സിലിണ്ടറുള്ള കടകൾക്ക് മാത്രമേ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളൂ എന്നാണ്. അല്ല, കട തുറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം 2 മാസം കഴിയുമ്പം ഞങ്ങൾക്ക് പോർട്ട് ചെയ്യുന്നത് ലൈസൻസ് പുതുക്കേണ്ട സമയമാവും. ഇപ്പം പോലീസാണ് ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് കട തുറക്കേണ്ടത്. ഞങ്ങളിപ്പം നിർബന്ധിച്ച് ഞങ്ങൾ കട തുറന്നാൽ 2 മാസം കഴിയുമ്പോൾ PCC കിട്ടുമോ ഇല്ലേ എന്ന് വല്ല ഉറപ്പുമില്ല. അതുകൊണ്ട് നിയമപരമായ ഓർഡർ കിട്ടാതെ ഞങ്ങൾ കട തുറക്കാൻ തയ്യാറല്ല. കളക്ടറിന്റെ ഓർഡറാണ് തുറക്കാൻ പാടില്ല എന്നുള്ളത്. ആ കളക്ടർ തന്നെ പറഞ്ഞ് തുറന്നോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പം തുറക്കും. അതായത് അരുൺകുമാർ, ഇവർ പറയുന്നത് നിലവിൽ ഇപ്പോൾ കട തുറക്കാൻ ഇവർ തയ്യാറാണ്, പക്ഷേ ഔദ്യോഗികമായി പോലീസോ കളക്ടറോ ഇത് അറിയിക്കണം. അല്ലാതെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുകൊണ്ട് മാത്രം നിലവിൽ കട തുറക്കാൻ കഴിയില്ല. കാരണം നാളെ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഈ കടകൾക്ക് ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ സംശയവും വേണ്ട. ഗ്യാസ് സിലിണ്ടറുകളുള്ള റെസ്റ്റോറന്റുകൾ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന സമയത്ത് പൊതുവെ അടച്ചിടാറുണ്ട്. അതേപോലെ മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിലുള്ള കടകളും സുരക്ഷയുടെ കാരണങ്ങളാൽ ഒരുപക്ഷെ അത് കൺജസ്റ്റഡ് ആണെങ്കിൽ അടച്ചിടാറുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിൽ എന്താ തടസ്സമെന്ന് ഇനി നമുക്ക് മനസ്സിലാവുന്നില്ല. പോലീസ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തണം. ജില്ലാ സെക്രട്ടറി പറയുന്നത് അത്തരം കടകൾ മാത്രം അടച്ചിട്ടാൽ മതി എന്നാണ്. പക്ഷേ പോലീസ് 100ഓളം കടകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ബാക്കിയുള്ള കടയുടമകൾക്ക് ആശങ്കയുണ്ടാവുന്നത്. അതിലൊരു വ്യക്തത പോലീസ് വരുത്തിയാൽ പ്രശ്നം പരിഹരിച്ചു എന്ന് മാത്രം.